അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ കൂട്ടുകാരൻ ശ്രീജിത്തിന് ഈ മാഗസിൻ സമർപ്പിച്ചുകൊള്ളുന്നു. ിൽ മാഗസിൻ എഡിറ്ററായി വിദ്യാർത്ഥികൾ എന്നെ തിരഞ്ഞെടുത്തപ്പോൾ CPTക്ക് വേണ്ടി അല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പുതുമയുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഡിജിറ്റൽ മാഗസിൻ എന്ന ആശയത്തിലേക്ക് എന്നെ എത്തിച്ചത്. പിന്നെ എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കണമെന്നായി ചിന്ത. ആദ്യമെല്ലാം ഒരുപാട് അലഞ്ഞു. പിന്നെപ്പോഴോ മനസ്സിൽ ഓടി വന്നത് ചരിത്രമുറങ്ങുന്ന CPTയുടെ ചിത്രമാണ്. എന്തുകൊണ്ടാണ് CPTയുടെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര? ഞാൻ ചിന്തിച്ചു. മനമടുപ്പിക്കുന്ന ഗതകാല സ്മരണകൾ മാത്രമല്ല കേട്ടോ, പുതിയ സ്വപ്നങ്ങളിലൂടെയും സൗഹൃദ ബന്ധങ്ങളിലൂടെയുമാണ് ഈ യാത്ര. നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ യാത്രയിലേക്ക്. നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമല്ല, ഈ യാത്രയിൽ എൻ്റെ സഹയാത്രികർ കൂടിയാണ്. ആശീർവദിച്ചാലും. കേരളത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ 1958 ഒരു വിപ്ലവം എന്നോണം നമ്മുടെ CPT സ്ഥാപിതമായി. നിലവാരമുള്ള കോഴ്സുകൾ വഴി ഒരു പിടി യുവതലമുറയെ വാർത്തെടുക്കാൻ CPTക്ക് സാധിച്ചു. പാളയത്തുള്ള ഇപ്പോഴത്തെ ഫൈൻ ആർട്സ് കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റിനെ CPTയിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ CPTക്ക് 56 വയസ്സ്. പ്രായം കൂടിയപ്പോൾ CPTയിൽ പുതിയ പല ബ്രാഞ്ചുകളും കൂട്ടിച്ചേർക്കപ്പെട്ടു. എങ്കിലും പ്രായാധിക്യത്തിന്റെ അവശതകളല്ല CPTയുടെ മുഖത്തെന്ന്. പ്രസരിക്കുന്ന ചോര തിളയ്ക്കുന്ന യുവത്വത്തിന്റെ മുഖമുദ്ര തന്നെയാണ് ഞങ്ങളുടെ CPTക്ക് എന്ന്. ഇത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന CPTയുടെ ചെറിയ കവാടം. ഈ കവാടത്തിന് പറയാനാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ടോ ഒരുപാട് പ്രൗഢിയുള്ള പ്രധാന കവാടത്തേക്കാൾ CPTയുടെ മണ്ണിലേക്ക് കാൽവെക്കുവാൻ ഏറെയും വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ഈ ചെറിയ കവാടത്തെയാണ്. എത്ര വലിയവനായാലും CPTയെ ഒന്ന് കൊമ്പിട്ടുകൊണ്ടേ ഈ കവാടത്തിലൂടെ കടക്കുവാൻ കഴിയൂ. ബസ് സ്റ്റോപ്പിന്റെ സാമീപ്യം കൊണ്ടാണ് ഈ കവാടത്തെ നമ്മൾ ഇത്രയേറെ സ്നേഹിച്ചത്. നമ്മുടെ കലാലയ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേകിയ അല്ലെങ്കിൽ മാറ്റുകൂട്ടിയ പ്രിയ CPTയുടെ മണ്ണിലേക്ക് നമുക്ക് കടക്കാം. CPTയെ കുറിച്ചുള്ള വർണ്ണന വാക്കുകൾക്കതീതമാണ്. അത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മറ്റു പോളിടെക്നിക്കുകളെ അപേക്ഷിച്ച് CPTക്കാരന് എന്നും ഒരു വില തന്നെയാണ്, അഹങ്കാരവും. നമ്മുടെ CPTയെ കുറിച്ച് നാം പടുത്തുയർത്തിയ സൗഹൃദങ്ങളെക്കുറിച്ച്, മറച്ചുവെച്ച പ്രണയത്തെക്കുറിച്ച്, നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നടന്ന അടിയുടെ ആരവങ്ങളിലേക്ക്, 4 ചുവരുകൾക്കുള്ളിൽ നാം കാണിച്ചു കൂട്ടിയ സൗഹൃദ കോലാഹലങ്ങളെക്കുറിച്ച്, അതിനുമുപരി CPTയെ നമ്മുടെ CPT ആക്കിയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനപ്പുറത്തെ ബ്രാഞ്ച് വികാരവും, പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയവും, പിണക്കങ്ങളും പരിഭവങ്ങളും കൈകോർത്ത നമ്മുടെ CPTയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ആ ചെറിയ കവാടത്തിൽ നിന്ന് ക്ലാസ്സിലേക്കുള്ള വഴിയിൽ ഏതൊരു ജൂനിയറിനും ഉണ്ടാകുന്ന ഭയത്തോടെ സീനിയേഴ്സിനെ നോക്കി ഒന്ന് തലകുനിച്ച് ക്ലാസ് മുറി ലക്ഷ്യമാക്കി മുന്നോട്ട്. സെൻട്രൽ പോളിടെക്നിക് എന്ന ആലേഖനം ചെയ്ത് പ്രൗഢിയോടെ നിൽക്കുന്ന CPTയുടെ മെയിൻ ബ്ലോക്ക്. ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും അണപൊട്ടിയ കലാലയ സ്വപ്നങ്ങളുമായാണല്ലോ നമ്മൾ ഈ CPTയിൽ പഠിക്കാൻ, അല്ല CPTയെ പഠിപ്പിക്കാൻ വന്നത്. ഒരുപാട് വഴികളുള്ള ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭയപ്പാടോടുകൂടി നിന്നതും ഇവിടെയാണല്ലോ. ഈ ഇടനാഴികളിലെ ചുവരുകൾ കാണാത്ത കാഴ്ചകളില്ല. കാരണം കഴിഞ്ഞുപോയ 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളെക്കാൾ വാശിയും വീറുമുള്ള ഒരു തലമുറ പഠനം പൂർത്തിയാക്കിയിരുന്നു. വേനലും ശിശിരവും ഒരുപാട് കടന്നുപോയി. ഇലകൊഴിഞ്ഞ മരച്ചില്ലകൾക്ക് പറയാൻ ബാക്കിയുള്ള കഥകൾ പോലെ ഈ ഇടനാഴിയിലെ ചുവരുകൾക്കും പറയാൻ ഒരുപാട് നിറമുള്ള കഥകളുണ്ട്. ഒരുപക്ഷെ നാം ഇവിടെ കാണിച്ചുകൂട്ടാൻ പോകുന്ന കോപ്രായങ്ങൾ കണ്ട് ഈ ചുവരുകൾ ഹരം കൊള്ളാൻ പോകുന്നില്ല. പടിയിറങ്ങിപ്പോയവർ ഒരുപാട് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇവിടെ. ആ ഓർമ്മകൾ CPTക്ക് ഹരം തന്നെയാണ്. വ്യത്യസ്തമായ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ കോറിഡോറിന്. ഒട്ടുമിക്ക വിദ്യാർത്ഥി സമരങ്ങളും പ്രതിഷേധങ്ങളും തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സമരമുറകളെല്ലാം പഠിപ്പുമുടക്കുകൾ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു. പിന്നെ 4 ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറി. ഈ ക്ലാസ് മുറിയിൽ സീനിയേഴ്സ് എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകും എന്ന് വിസ്മയിച്ചുകൊണ്ട് ഈ മുറികൾക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടെന്നും, പിന്നെ പലരെയും ഉന്നതികളിൽ എത്തിച്ചത്
ഇതുപോലുള്ള ക്ലാസ് മുറികളാണെന്നുമുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കി ഈ ബാച്ചും ക്ലാസ് മുറിക്കുള്ളിലേക്ക്. നമുക്കെല്ലാമുള്ള 3 വർഷത്തെ കലാലയ ജീവിതത്തിൽ നാം ഏറെ നേരം ചിലവഴിക്കുന്ന, ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരുപിടി നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന, സൗഹൃദങ്ങളുടെ തുടക്കവും കുറച്ചു പേരെങ്കിലും ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും ജീവിത സഖിമാരെ കണ്ടെത്തുന്നതുമായ ഈ ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറി. ആരവങ്ങളും അട്ടഹാസങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും ചെറിയ ചെറിയ പിണക്കങ്ങളും വലിയ സൗഹൃദങ്ങളും, പിന്നെ ക്ലാസ്സിനെ പറയിപ്പിക്കുവാനുള്ള ചിലരെങ്കിലും ഏതു ക്ലാസ്സിലും കാണുമല്ലോ. രാവിലെ തന്നെ കോളേജിലെത്തും. ഫസ്റ്റ് ഇന്റർവെല്ലിന് വരുന്നവരും കുറവല്ല. എങ്കിലും ചമഞ്ഞൊരുങ്ങി വന്നിട്ട് ക്ലാസ്സിലിരുന്ന് വിയർക്കാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ ഗ്രൗണ്ടിലേക്ക് യാത്രയാകും. അങ്ങനെ നീളുന്നു നമ്മുടെയെല്ലാം ക്ലാസ് മുറി. പുതിയ അന്തരീക്ഷം, പുതിയ കൂട്ടുകാർ. ആദ്യമെല്ലാം അടുക്കുവാൻ മടിക്കുന്ന പലരും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളെല്ലാം അടുത്ത സുഹൃത്തുക്കളാകുകയും ചെയ്യും. നമ്മളെയെല്ലാം ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ ഫസ്റ്റ് ഇന്റർവെൽ. മുഷിപ്പൻ ക്ലാസ്സിൽ നിന്നും പലർക്കും രക്ഷപ്പെടാൻ ഒരവസരം. പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ ഓടിമറയുമെങ്കിലും കുറെ പേർ പോയ പോക്കിന് പുല്ലുപോലും കിളിർക്കില്ല. ചിലർ ലേറ്റായി ക്ലാസ്സിൽ വരും. സാറ് കൊടുക്കുന്ന സമ്മാനങ്ങൾ ഏറെ വിനയപൂർവ്വം ഏറ്റുവാങ്ങി ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലേക്ക്. പലരും തലേ ദിവസത്തെ പരദൂഷണത്തിലായിരിക്കും. ചിലർ മാന്യമായി സാറിനെ പറ്റിച്ചുകൊണ്ട് FBയിൽ ചാറ്റും. ചിലപ്പോഴൊക്കെ സാർ ഗെറ്റ് ഔട്ട് അടിക്കാറുമുണ്ട്. നിങ്ങൾ എങ്ങനെ പോകട്ടെ എന്നുള്ള ഭാവത്തിൽ ഭുജികൾ എന്ന് പറയുന്ന ചിലരെ പഠിപ്പിച്ച് സാറും മടങ്ങും. പിന്നങ്ങോട്ട് ആഘോഷമല്ലേ. പൂരപ്പറമ്പ് പോലും തോൽക്കുന്ന രീതിയിൽ അർമാദത്തിന് തിരിതെളിയിച്ച് 12:30 ബെൽ കേൾക്കും. അപ്പോൾ തോന്നുന്ന ഒരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തട്ടത്തിൻ മറയത്തിലെ ഡയലോഗ് കൂടി ആയാലോ. 100 ദിവസം പട്ടിണി കിടക്കുന്നവന്റെ മുന്നിലേക്ക് ചോറും കട്ട തൈരും, അല്ലെങ്കിൽ പോട്ടെ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നാ എങ്ങനെ ഇരിക്കും? അതു തന്നെയാണ് മച്ചാനേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏതൊരു CPT-കാരനും 12:30 മുതൽ 1:30 വരെ സ്വർഗ തുല്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ CPT ഉഷാറാകുന്നത് 12:30 കൂടിയാണ്. എത്ര വർണ്ണിച്ചാലും തീരാത്ത സൗഹൃദത്തെക്കുറിച്ച് എന്തു പറയാൻ. സൗഹൃദങ്ങൾ എപ്പോഴും ആത്മവിശ്വാസമാണ്. ഓർമ്മപ്പെടുത്തലിന്റെയും പിണക്കങ്ങളുടെയും പരിഭവങ്ങളുടെയും അതിർവരമ്പുകളില്ലാത്ത എന്തോ ഒരു വികാരം. സൗഹൃദം ലഹരിയാണെന്നും തലയ്ക്കു പിടിക്കുമെന്നും ഈ CPT ഞങ്ങളെ പഠിപ്പിച്ചു. ഈ മുഷ്ടിമര ചുവടും ഏതൊരു CPT-കാരനും കാരിക്കും പ്രിയമുള്ളത് തന്നെയാണ്. ഈ മുത്തശ്ശി മരത്തിനും പറയാനുണ്ട് ഒരുപാട് വേർപിരിയലിന്റെയും സൗഹൃദങ്ങളുടെയും അടിപിടികളുടെയും പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും എല്ലാം 1000 ഓർമ്മകൾ. ഈ മരച്ചുവടും ഒരുപാട് പ്രണയങ്ങൾക്ക് കുടപിടിച്ചിട്ടുണ്ട്. പ്രണയത്തിന്റെ തുടക്കവും ഒടുക്കവും നിരാശാ കാമുകന്മാരുടെ ജനനവും ഇവിടെ ഈ മരച്ചുവട്ടിൽ തുടങ്ങുന്നു. ഏകാന്തതയുടെ തടവറകൾ മനസ്സിനെ ബാധിക്കുമ്പോൾ ഏക ആശ്രയവും ഈ മുത്തശ്ശി മരച്ചുവട് തന്നെയാണല്ലോ. മുത്തശ്ശിമരം നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ ഏകാന്തതയുടെ കൂരമ്പുകൾ തറച്ചുപോയ ഹൃദയങ്ങൾക്ക് ഒരു കുളിർമ നൽകാൻ ഈ മുത്തശ്ശിക്ക് കഴിയുന്നു. ചിലപ്പോഴെല്ലാം മുത്തശ്ശിമര ചുവട് സൗഹൃദങ്ങളാൽ നിറയുമ്പോൾ ഗുൽമോഹർ പുഷ്പത്തെ കൊഴിച്ചുകൊണ്ട് ഈ സൗഹൃദങ്ങൾക്ക് നിറച്ചാർത്തേകുന്നതും ഓർമ്മകളാകുമ്പോൾ എന്തൊക്കെയോ വീണ്ടും പറയാൻ ബാക്കി വെച്ച പോലെ. ചില നിമിഷ കവികൾ ഏകാന്തതയ്ക്ക് കുടപിടിച്ചുകൊണ്ട് ഷട്ടിൽ കോർട്ടിന്റെ അരികിലെ വൃക്ഷക്കൂട്ടത്തിനിടയിൽ ഉപവിഷ്ടരായി പറയാൻ ബാക്കിയുള്ളതെല്ലാം പുലമ്പിക്കരഞ്ഞതും മിഴീണകളെ ഓർമ്മകളുടെ ബാഷ്പത്തിനാൽ നനയ്ക്കുന്നതും, പിന്നെ CPT-യിലെ പ്രണയങ്ങൾ പലതും അറിഞ്ഞുകൊണ്ട് പറ്റിക്കലാകാറുണ്ട്. CPT ഏറെ വേദനിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. പൊളിയുന്ന നിമിഷം വരെ എൻ്റെ പ്രണയം സത്യമാണെന്ന് നടിക്കുന്നവരും കുറവല്ല. ഈ സത്യങ്ങൾ കള്ളമാണെന്ന് ചരിത്രം തെളിയിച്ച കഥകളും ഏറെയാണല്ലോ. പ്രണയത്തോട് താല്പര്യമില്ലാത്ത കുറേ കൂട്ടുകാർ CPT-ക്കുമുണ്ടല്ലോ. അവർ അവരുടെ സ്ഥിരം തൊഴിലിലേക്ക് ഈ സമയങ്ങളിൽ മാറിയിരിക്കും. വാറ്റൽ. ചുമ്മാതെയാണെങ്കിലും സുന്ദരികളായ CPT-യിലെ യുവതിമാരിൽ നിന്നും വല്ലാതെയൊക്കെ കേട്ടാലേ മച്ചാന്മാർക്ക് ഉറക്കം വരൂ. എന്നിരുന്നാലും CPT-യിൽ വാറ്റലില്ലെങ്കിൽ എന്ത് CPT-യാ ഇഷ്ടാ. കുറെ പേരെങ്കിലും ബ്രാഞ്ച് വികാരങ്ങൾക്കപ്പുറം മറ്റ് ബ്രാഞ്ചിലെ കൂട്ടുകാരോടൊപ്പം നല്ല സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചയും കുറവല്ല. ഇനി കുറച്ച് ഇലക്ഷൻ വിശേഷമാകാം.
പല സംസ്കാരങ്ങൾ, പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, പല വർണ്ണത്തിലുള്ള കൊടികൾ. ആർക്കും ആവേശത്തിനൊരു കുറവുമില്ല. നിയമസഭാ ഇലക്ഷന് പോലും ഇത്ര ആവേശം കാണില്ല. കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലുമായി കുറച്ചു ദിനങ്ങൾ. ഇലക്ഷനാണ് ഇലക്ഷൻ. CPTയിലെ പുൽക്കൊടിക്ക് പോലും ആവേശം. ഇത് എല്ലാവരുടെയും മുഖത്ത് കാണാം. മുദ്രാവാക്യങ്ങളും ശക്തിപ്രകടനങ്ങളുമൊക്കെയായി അങ്ങനെ ആവേശഭരിതമായിരിക്കും CPT. ചെറിയ സംഘർഷങ്ങൾ, വലിയ വലിയ വാക്പോരുകൾ, ക്ലാസ് ക്യാമ്പയിനുകൾ, വെല്ലുവിളികൾ, ചിലപ്പോഴെല്ലാം സൗഹൃദങ്ങൾക്കിടയിൽ പോലും വിള്ളലുണ്ടാകാറുണ്ട്. ചിലരൊക്കെ നേതാവാകാൻ കോളേജിൽ വന്നു, ചിലരെ സാഹചര്യം നേതാക്കളാക്കി. എന്തായാലും ഇലക്ഷൻ കഴിയുന്നതോടെ എല്ലാവരും തോളിൽ കൈയിടുമെങ്കിലും തിരഞ്ഞെടുപ്പ് കാലം മറക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. നമ്മുടെ കോളേജിലും സതീശൻ കഞ്ഞിക്കുഴിമാർ ഏറെയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഉരസലും പൊട്ടിത്തെറുകലും എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കോളേജിലും മറ്റു കലാലയങ്ങളെപ്പോലെ തന്നെ തൂവെള്ളയെ നെഞ്ചേറ്റി നീണ്ട 21 വർഷക്കാലത്തെ കോളേജ് ഭരണം തൂവെള്ളയെ വിദ്യാർത്ഥികൾ സമർപ്പിച്ചു. പിന്നെ ഒരു വർഷക്കാലത്തെ ഇതര സംഘടനകളുടെ യൂണിയൻ പ്രവർത്തനം CPTക്ക് കറുത്ത ഏടുകൾ സമ്മാനിച്ചു. ഒരു വർഷത്തെ കലാലയ ജീവിതത്തെ തയ്ച്ചു ചാമ്പലാക്കി. അത് ചരിത്രം. വർഗീയതയ്ക്കും അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അരാജകത്വവും തുടച്ചു നീക്കാൻ തൂവെള്ളക്കൊടിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതിന് ഉദാഹരണം കൂടിയാണ്. ആശയശുദ്ധിയുള്ള വിശ്വാസപ്രമേയവും മുനയൊടിയാത്ത മുദ്രാവാക്യങ്ങളും വിദ്യാർത്ഥിപക്ഷ പ്രവർത്തനവും നടത്തുന്നതിലാണ് വിദ്യാർത്ഥികൾ ഈ തൂവെള്ളയെ CPTയുടെ നിറമാക്കി മാറ്റിയത്. ഞങ്ങളിവിടെ പാർട്ടിവൽക്കരിക്കുകയല്ല. CPTയുടെ കഴിഞ്ഞ യൂണിയൻ കാലയളവുകളിലെ കറുത്ത ഏടിൽ എഴുതപ്പെട്ട ചരിത്രത്തെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അന്ന് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഒരു വർഷമാണ്. കലാലയങ്ങളിൽ വേണ്ടത് വർഗീയതയുടെ കൂരമ്പകൾ തറച്ചുപോയ ഹൃദയങ്ങളുള്ള ഒരു യുവതലമുറയല്ല, മറിച്ച് ചുറുചുറുക്കും സംവാദശേഷിയുമുള്ള, എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു യുവതലമുറ തന്നെയാണ്. CPTക്ക് എപ്പോഴും ഹരമാകുന്നത് വാക്കുകൊണ്ട് പോരടിക്കുന്ന കുട്ടിക്കലാശ വേദികളും പ്രവർത്തകരുടെ ആവേശവുമാണ്. ഞങ്ങളാണെല്ലാം എന്ന് കരുതുമ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും ആവേശമാണ്. മുദ്രാവാക്യങ്ങൾക്ക് മൂർച്ചയേറും, പ്രകടനങ്ങൾ തീപ്പൊരി പാറും. എന്തും സംഘടനയ്ക്ക് വേണ്ടി ത്യജിച്ച് ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ അലറും. ഇതെല്ലാമില്ലാതെ എന്ത് CPT? അത്തപ്പൂക്കളങ്ങൾ ഇട്ട് ഓണത്തെ വരവേൽക്കും. ഊഞ്ഞാലാടിയും പായസം കുടിച്ചും അങ്ങനെ പെട്ടെന്ന് തന്നെ ആ നിമിഷങ്ങൾ അകന്നു പോകുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ക്രിസ്മസ് മുന്നിലേക്ക് കടന്നു വരും. പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ആശംസകൾ നൽകിയും കേക്ക് മുറിച്ച് കൂട്ടുകാരുടെ മുഖത്ത് തേച്ചതും സൗഹൃദ ഓർമ്മകൾക്ക് മധുരം കൂട്ടുന്നു. CPTയുടെ ഓർമ്മകളിൽ നിന്നും മറക്കാൻ കഴിയാത്ത വേറൊന്നുണ്ട്, ടൂർ. ആഴങ്ങളിലുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന നിമിഷങ്ങൾ, മറക്കാനാകാത്ത ദിനങ്ങൾ, കൂട്ടുകാരെല്ലാം ഒരു കുടക്കീഴിൽ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഓർമ്മകൾ. അതെല്ലാമാണല്ലോ ഈ ടൂർ. പിന്നെ ആർട്സ്. ക്ലാസ് കട്ട് ചെയ്ത് പ്രാക്ടീസ് എന്ന വ്യാജേനെ കറങ്ങി നടക്കുന്നതും അവസാന നിമിഷം എല്ലാം തട്ടിക്കൂട്ടുന്നതും പിന്നെ എന്തോ വരട്ടെ എന്ന നിലയ്ക്ക് സ്റ്റേജിൽ കയറുന്നതും എല്ലാം മറക്കാനാവാത്ത ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നു. പിന്നെ ആവേശം വിതറി ഇന്റർപോളിയിലേക്ക്. ഉല്ലാസയാത്ര പോലെ, ഒരു കുടുംബം പോലെ ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിക്കാൻ പിന്നെ അങ്ങോട്ട് പ്രാക്ടീസാണ്. ഇന്റർപോളി കലോത്സവ വേദിയിൽ കയറുന്നതുവരെ എല്ലാ ഓർമ്മകൾ ഒളിപ്പിച്ച ഹൃദയതാളത്തിലെവിടെയോ മായാതെ കുറിച്ചിട്ട പോലെ. പിന്നെ കുറെ യാത്രയയപ്പിന്റെയും യാത്ര ചോദിക്കലിന്റെയും ദിനങ്ങൾ. സീനിയേഴ്സിന്റെ മുഖത്തു നോക്കാൻ പറ്റാതെ നിന്നുപോകുന്ന അവസരങ്ങൾ. ഈ പ്രിയ CPTയെ വിട്ടുപിരിയണമെന്ന് 2 വർഷങ്ങൾക്ക് മുൻപ് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഈ വർഷവും വേർപിരിയലിന്റെ ദിനം വ്യത്യസ്തത തന്നില്ല. എവിടെയും വിങ്ങിപ്പൊട്ടുന്ന അല്ലെങ്കിൽ വിതുമ്പാൻ തുടങ്ങുന്ന കണ്ണുകൾ. കുറെ പേർ ദൂരെ മാറി നിന്ന് ആരും കാണാതെ പൊട്ടിക്കരയുന്നു. ചിലർ കണ്ണു തുടയ്ക്കുന്നു. സൗഹൃദങ്ങൾക്ക് ഭിക്ഷ നൽകും പോലെ ഓട്ടോഗ്രാഫ് മാറുന്നു. എവിടെ നിന്നൊക്കെയോ വേദനയോടെ വാരിപ്പെറുക്കിയ അക്ഷരക്കൂമ്പാരം സൗഹൃദങ്ങൾക്ക് കല്ലറ പണിയുന്നു. കണ്ടും കാണിച്ചു കൊടുത്തും അവസാന പരീക്ഷയും കഴിയുന്നു. ഓരോ ദിവസവും പുറകിലേക്ക് ഭൂമി തിരിയണേ എന്നുള്ള പ്രാർത്ഥനയാണ് സീനിയേഴ്സിന്റെ മുഖത്ത്. അങ്ങനെ ഒരു അവസാന ദിനം കൂടി. CPTയും പഠനവും അധ്യാപകരും എല്ലാം പിരിയുന്നവരുടെ മാത്രം ചരിത്രമാകാൻ പോകുന്നു. യൂണിഫോമിന്റെ വില അറിയുന്ന നിമിഷങ്ങൾ. 3 വർഷം നമ്മോടൊപ്പമുണ്ടായിരുന്ന യൂണിഫോമിൽ ഓട്ടോഗ്രാഫ് എഴുതി ചായങ്ങളുടെ വർണ്ണങ്ങളാൽ മുഖം മിനുക്കി വേർപിരിയലിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്നു നമ്മുടെ സീനിയേഴ്സ്.
ആരവങ്ങളൊഴിഞ്ഞ വലിയ കവാടത്തിലൂടെ ഒരു കൂട്ടം പടിയിറങ്ങുന്നു. പ്രിയ CPTയുടെ മുത്തശ്ശിമരം പൂത്തിരിക്കുന്നു. ഈ പൂവും കൊഴിഞ്ഞ് ഈ ഇലയും കൊഴിഞ്ഞ് അടുത്ത ഗുൽമോഹർ വസന്തത്തിനായി ഈ മുത്തശ്ശിമരം കാത്തിരിക്കുമ്പോൾ അടുത്ത ബാച്ചും ഇവിടെ നിന്ന് പടിയിറക്കപ്പെടും. ഈ ഡിജിറ്റൽ മാഗസീൻ ഒരു വാശിയാണ്. കഴിഞ്ഞ വർഷത്തെ ABVP KSU യൂണിയൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഡിജിറ്റൽ മാഗസീൻ. പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ ഏറെ കബളിപ്പിക്കപ്പെട്ടു. അതിനൊരു മറുപടിയാണ് ഈ മാഗസീൻ. ഈ മാഗസീൻ തയ്യാറാക്കാൻ സഹായിച്ച എൻ്റെ പ്രിയ കൂട്ടുകാർക്ക്, SFI CPTC യൂണിറ്റിന്, അധ്യാപകർക്ക്, പ്രത്യേകിച്ച് അജിത് സാറിനും അനൂപ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സാദരം ക്ഷമിച്ചാലും. ലാൽ സലാം സഖാക്കളെ.